രാഹുലിന്റെ സന്ദർശനത്തിന് പിന്നാലെ സ്വന്തം എംപിമാരുടെ വാ മൂടിക്കെട്ടി പൊത്തി മോദി. കഴിഞ്ഞ ലോക്സഭയിൽ നമ്മൾ കണ്ടത് തികച്ചും നാടകീയത നിറഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, മോദിയുടെ ഇരട്ട എഞ്ചിൻ ഓടിക്കുന്ന സർക്കാരിലെ 2 എംപിമാരുടെ വാ ആണ് ഇതുപോലെ മൂടിക്കെട്ടിയത്. 2023 മെയ് 3 തൊട്ട് ഇങ്ങോട്ട് 2024 മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ ഇത് തന്നെയാണ് അരങ്ങേറിയത്. ഇത്രയും വർഷങ്ങൾ 2 മണ്ഡലങ്ങളെ കുറിച്ച് പാർലമെന്റിനകത്ത് വലിയ കോലാഹലങ്ങൾ നടന്നപ്പോഴും ആ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാജ്കുമാർ രാജ് സിംഗും ലോർഹോ എസ്പിഫോസ് എന്നീ 2 നേതാക്കന്മാർ എംപിമാർ ഇവരുടെ വാ ആണ് മോദി തുറക്കരുത് എന്ന് താക്കീത് നൽകിയതിനാൽ കഴിഞ്ഞ ലോക്സഭ അവസാനിക്കുന്നിടം വരെ മൂടിക്കെട്ടിയത്. അതിലേക്ക് നയിച്ചത്, ആക്കം കൂട്ടിയത് രാഹുൽ എന്ന ഒരാളുടെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്കുള്ള സന്ദർശനം ഒന്നുകൊണ്ട് മാത്രമാണ്. ജീവന് പോലും ഭീഷണി ഉണ്ടായിട്ടും രാഹുൽ അതൊന്നും വകവെക്കാതെ കത്തിയെറിയുന്ന മണിപ്പൂരിന്റെ മണ്ണിലേക്ക് നെഞ്ചം വിരിച്ച് ചെല്ലുകയാണ് ഉണ്ടായത്. ഈ സമയത്ത് മോദി എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങ് അമേരിക്കയിലായിരുന്നു. മോദിയുടെ അതേ MLA മാർ തന്നെ മോദിയെ കാണുവാനില്ല എന്ന് നോട്ടീസ് പോലും അടിച്ച ഒരു സമയമായിരുന്നു അത്. അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, രാഹുൽ പ്രതിപക്ഷ നേതാവായി മാറിയ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിലെ 2 മണ്ഡലങ്ങളും കോൺഗ്രസിനോടൊപ്പം ചേരുകയാണ് ഉണ്ടായത്. ഇന്നർ മണിപ്പൂരിൽ എബി മോൾ കോയിജാം 1 ലക്ഷത്തിലധികം വോട്ട് കൊണ്ടും ഔട്ടർ മണിപ്പൂരിലെ ആൽഫ്രഡ് ആർദർ 83,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് വിജയിച്ചത്. ഇതോടെ ഇത്തവണ പ്രതാപം നഷ്ടപ്പെട്ട മോദിക്ക് മുന്നിൽ മണിപ്പൂരിന്റെ MP വാചാലനാവുന്നതും നമ്മൾ കണ്ടു. ഇത്തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് കോൺഗ്രസിന്റെ കരുനീക്കം ഒന്നുകൊണ്ട് മാത്രമാണ്. അതിൽ ഭയന്നിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന ഹരിയാന, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ജനവിധികൾക്കപ്പുറത്ത് അട്ടിമറിയിലൂടെ BJP വിജയം കരസ്ഥമാക്കിയത്. എന്നാൽ ഇവിടെ RSS കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ മോദിയുടെ ഒറ്റയാൾ പോരാട്ടം അവസാനിക്കുകയായിരുന്നു. ഇന്നിപ്പോഴിതാ ഡൽഹി തെരഞ്ഞെടുപ്പിൽ BJP വമ്പിച്ച വിജയം കരസ്ഥമാക്കി എന്ന് 8 കോളം വാർത്തകൾ വരുമ്പോഴും മോദിക്കതിൽ മതിമറന്ന് ചിരിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, അതിന് പിന്നിൽ RSS മോദിയെ ചെങ്ങലക്കിട്ടു എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അവർ പരസ്യപ്പെടുത്തുകയും ചെയ്തതോടെ കാര്യങ്ങൾ അല്പം കൂടി തെളിഞ്ഞു വരികയാണ്. അതവസാനം മോദി പൊക്കിപ്പിടിച്ച ബിരേൻ സിംഗിനെ പുറത്താക്കലിന് സമാനമായ രാജിയിലേക്ക് വരെ കൊണ്ടെത്തിച്ചു.